ഹലോ, വെൽക്കം ടു ജീവോസ് വ്ളോഗ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് തനി ഒരു നാടൻ കൂർക്ക മെഴുക്ക് പുരട്ടിയായിട്ടുമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ കൂർക്ക എങ്ങനെ രുചികരമായി മെഴുക്ക് പുരട്ടി വയ്ക്കാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പലരും കൂർക്ക അരിയുന്നതും ഒരുക്കുന്നതുമെല്ലാം പല രീതിയിലായിരിക്കും. ചിലർ വട്ടം ഇങ്ങനെ മുറിക്കും, ചിലർ നീളനെ മുറിക്കും. അതെല്ലാം അവനവൻ്റെ ഇഷ്ടം. അതുപോലെ തന്നെ കറിക്ക് എത്രമാത്രം ഉപ്പ് വേണം, മുളക് വേണം, അതെല്ലാം അവരവരുടെ ജീവിത ശൈലി പോലെ ഇരിക്കും കേട്ടോ. നമ്മുടെ നാടൻ കൂർക്ക കിട്ടിയാൽ നമ്മൾ അതിൻ്റെ വെള്ളം പറ്റിപ്പോകുന്നതിന് മുമ്പേ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. കൂർക്കയെല്ലാം കഴുകി ഒരേപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു ചെറിയ ചട്ടിയിലോട്ട് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/2 സ്പൂൺ ഉപ്പുമിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാനൊന്ന് ഇവനെ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. മൂടി വെച്ച് നമുക്കിവനെ വേവിച്ചെടുക്കാം. കടുക് പൊട്ടിച്ച് മെഴുക്ക് വരട്ടുന്നതിലിട്ട് ആവശ്യമായിട്ടുള്ള ഒരു 10-12 ചെറിയ അല്ലി വെളുത്തുള്ളികൾ, 10-15 വലിയ ചെറിയ ഉള്ളികൾ നമുക്ക് ഇടികലിലോട്ട് വെച്ച് ഈ പരുവത്തിലൊന്ന് ചതച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് നമ്മുടെ കൂർക്കക്കുട്ടപ്പാരെ ഒന്ന് തുറന്നു നോക്കാൻ മറക്കരുത്. വെള്ളം പറ്റുന്നുണ്ടോ, വേവുന്നുണ്ടോ, അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വെന്ത കൂർക്കക്കുട്ടന്മാരെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം, ചീഞ്ചട്ടിയോ ഇതുപോലെ ചട്ടിയോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ചട്ടി ചൂടായി കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. 1/2 സ്പൂണിന് മുകളിൽ കടുകും. കൂർക്കയുടെ മുകളിലെല്ലാം ഇങ്ങനെ കടുക് ഇങ്ങനെ ഓരോന്നിലും പിടിച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണല്ലോ. അതിലോട്ട് കടുകെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവന്മാരെ ഒന്ന് പകുതി മൂത്ത ഈ പരുവമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും കൂടെ, അതായത് ഞാനിത് ചതച്ച് മുളക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, രണ്ടും കൂടെ ചേർത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം. ഇവരെല്ലാം പാകത്തിന് മൂത്ത് വരുമ്പോൾ ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതിലോട്ട് വെള്ളം പറ്റി വെന്തിരിക്കുന്ന കൂർക്കയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഈ കൊച്ചു വീഡിയോസും റെസിപ്പീസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിർദ്ദേശങ്ങൾക്കും പരാതികൾക്കും കമൻറ്റ് ബോക്സിൽ സമീപിക്കാം. കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയിൽ നിന്നും പോയാൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.